പ്രിയപ്പെട്ടവരെ, റാഫ് ഡയറിയുടെ റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിൻ്റെ 5-ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്തടുത്ത് വരികയാണ്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 30-35 ദിവസം മാത്രം അങ്ങനെ വേൾഡ് കപ്പ് നിൽക്കുമ്പോൾ പതിയെ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് നമ്മൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച അവസാനത്തോടുകൂടെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയുടെ തുടക്കത്തിലൊക്കെ വേൾഡ് കപ്പ് സ്ക്വാഡുകളുടെ പ്രിലിമിനറി ലിസ്റ്റ് പുറത്തു വരും. ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ സ്ക്വാഡുകൾ എല്ലാ ടീമുകളും പ്രഖ്യാപിക്കും. അതോടുകൂടി നമ്മൾ ആവേശത്തിലേക്ക് അങ്ങ് മാറും. അപ്പോൾ നമ്മളൊക്കെ ഫേക്ക് ഫാൻസ് ആണോ? അത്തരത്തിലുള്ളൊരു ചാപ്പയും മുദ്രയും ഒക്കെ കഴിഞ്ഞ തവണ നമുക്ക് യൂറോപ്യന്മാർ പതിച്ചു തന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതവരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ കളിയോടുള്ള ആവേശം മാറില്ല. വേൾഡ് കപ്പ് എടുക്കുമ്പോൾ വീണ്ടും അതൊക്കെ നമ്മളൊന്ന് ഓർത്തു പോവുകയാണ്. ഇപ്പോൾ ഇന്നലെ ജിയാൻ ലുക്ക പ്രസ്റ്റിയാനി എന്ന അർജൻറ്റീൻ യുവതാരത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു റാഫ് ടോക്സിൽ. പോഡ്കാസ്റ്റ് ചാനലിലല്ല, റാഫ് ടോക്സ് ചാനൽ, നമ്മുടെ മെയിൻ ചാനലിൽ. അത് നിങ്ങൾക്കറിയാം, വിനി ജൂനിയറുമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സമയത്തുണ്ടായ പ്രശ്നം. താരത്തിനെതിരെ 6 മത്സരങ്ങളുടെ വിലക്ക് യുവേഫ ഏർപ്പെടുത്തി. അതിൽ 3 മത്സരങ്ങളാണ് ആക്റ്റീവായിട്ടുള്ള വിലക്കുള്ളത്. ബാക്കി 3 സസ്പെൻഡഡ് വിലക്കാണ്. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് ഇനി അന്താരാഷ്ട്ര തലത്തിൽ മൊത്തത്തിൽ അത് വ്യാപിപ്പിക്കണമെന്ന് യുവേഫ ആ ഒരു വിലക്കിനെ കുറിച്ച് ഫിഫയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഫിഫ അത് ആക്ടിവേറ്റ് ആക്കി. ചുരുക്കി പറഞ്ഞാൽ വേൾഡ് കപ്പിൽ സ്ക്വാഡിലെടുത്താലും ക്രിസ്ത്യാനിക്ക് അത് 2 കളി അർജൻറ്റീനയ്ക്കായിട്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ, അതായത് ക്രിസ്ത്യാനിയെ വേൾഡ് കപ്പ് ടീമിലെടുത്താൽ അർജൻറ്റീനയ്ക്ക് മുട്ടൻ പണി കിട്ടും, അതാണ് നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ TYC സ്പോർട്സും അതേ രൂപത്തിലാണ് വാർത്ത കൊടുത്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ താഴെ ചില സുഹൃത്തുക്കളുടെ കമൻറ്റ്, അല്ലെങ്കിലും അവനെക്കാട്ടിലും, അതാണ് വാക്ക്, അവനെക്കാട്ടിലും നല്ല താരങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് അവൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് വേൾഡ് കപ്പും ഈ ഫുട്ബോളും ഒക്കെ നമ്മളെ എത്തിക്കുന്നൊരു തലം. ലാറ്റിൻ അമേരിക്കയുടെ ഒരു വശത്ത്, ലോകത്തിൻ്റെ ഏതോ കോണിലുള്ളൊരു രാജ്യം അർജൻറ്റീന, അത് ഞങ്ങളാകുന്നു, നമ്മളാവുന്ന പ്രതിഭാസം. ഫുട്ബോളാണ് നമ്മൾ അങ്ങനെ ആക്കുന്നത്. നമ്മളാരും അർജൻറ്റീനക്കാരല്ല. പക്ഷെ പറയുമ്പോൾ, തർക്കിക്കുമ്പോൾ ഞങ്ങൾ, നമ്മൾ എന്നൊക്കെ ആവുകയാണ്. അതുപോലെ ലോകത്തിൻ്റെ ഏതോ കോണിൽ കിടക്കുന്ന ഒരു ജർമ്മനിക്ക് വേണ്ടി ആരെങ്കിലും വാദിക്കുമ്പോൾ നിങ്ങൾ, ഞങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ ഈ രൂപത്തിലേക്ക് ഫുട്ബോളിൻ്റെ ആവേശം നമ്മളെ ചെന്നുകൊണ്ട് എത്തിക്കുകയാണ്. പക്ഷെ ഇത് ആ രാജ്യക്കാരെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മളതിൻ്റെ ഓരോ വശങ്ങൾ കണ്ടു. കഴിഞ്ഞ വേൾഡ് കപ്പ് ഖത്തറിലായിരുന്നല്ലോ. ആ ഖത്തറിലായിരുന്ന സമയത്ത് നമ്മുടെ അനവധി സുഹൃത്തുക്കൾ ഖത്തർ പ്രവാസികളായിട്ടുണ്ട്. വേൾഡ് കപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് അതിന് തൊട്ടരികിലൊക്കെ അവിടെ വലിയ പ്രോഗ്രാമുകളൊക്കെ നടന്നപ്പോൾ ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ ബ്രസീലിൻ്റെ ജേഴ്സിയും ജർമ്മനിയുടെ ജേഴ്സിയും ഇംഗ്ലണ്ടിൻ്റെ ജേഴ്സിയും അർജൻറ്റീനയുടെ ജേഴ്സിയും ഒക്കെ അണിഞ്ഞ് ഖത്തറിൻ്റെ തെരുവോരങ്ങളെ വലിയ രൂപത്തിൽ വർണ്ണാഭമാക്കി മാറ്റി. ഇവ നമ്മുടെ ശിങ്കാരിമേളൊക്കെ കൊട്ടിക്കൊണ്ടു പോകുന്ന ആരാധകരെയൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ യൂറോപ്യൻ മീഡിയ ഇതിനെ അന്ന് വാർത്ത കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ബിൽഡിൽ, ജർമ്മനിയിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള ബിൽഡിൽ വന്നൊരു വീഡിയോ. അതിലൊരു മലയാളി ആയിട്ടുള്ള ഒരാൾ ബ്രസീലിനെ കുറിച്ച് പറയുകയാണ്, ഞങ്ങൾക്ക് 5 വേൾഡ് കപ്പ് ഉണ്ട്, അത് കൂടുതൽ ആക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ബൈറ്റ് കൊടുത്തിട്ട് ആ മീഡിയ പറയുകയാണ്, ഇത് ഫേക്ക് ഫാൻസ് ആണെന്ന് തോന്നുന്നു. ഒരു ഏഷ്യൻ മുഖമുള്ള ഒരാൾ ബ്രസീലിനെ കുറിച്ച് ഞങ്ങളുടെ ടീം എന്നാണ് പറയുന്നത്, ഇത് ഖത്തർ ക്യാഷ് കൊടുത്തിറക്കിയ ആളുകളാണ് എന്ന്. ഇംഗ്ലീഷ് ടീം അവിടെ വേൾഡ് കപ്പിന് വേണ്ടി എത്തുമ്പോൾ ഇംഗ്ലണ്ട് ആരാധകരായിട്ടുള്ള നമ്മുടെ മലയാളികൾ അവരെ സ്വീകരിക്കാൻ പോയതിൻ്റെ വാർത്ത ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കൊടുത്തു. ഫേക്ക് ഫാൻസിന് വെച്ച് ഖത്തർ വേൾഡ് കപ്പ് ആവേശം ഉണ്ടാക്കുന്നു, ഇവരാരും ഇംഗ്ലണ്ടുകാരല്ല, പക്ഷേ ഇംഗ്ലണ്ട് ഞങ്ങളുടെ ടീം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഒരു എക്സാമ്പിൾ, അന്ന് യൂട്യൂബിൽ ഒരു യൂറോപ്യൻ യൂട്യൂബ് ചാനലിട്ട വീഡിയോയുടെ ചർച്ച നിങ്ങളൊന്ന് കേൾക്കണം. അതിങ്ങനെയായിരുന്നു. നോക്കാം നമുക്ക്. No, let's not do this. Let's not do this. I want to know what James thinks, because for me, I said it. How much were these guys paid? Because they didn't even sing the song correctly. They didn't even know the words. Just coming home, it just seems so manipulated and so fake.
and it's just not They authentic. meant Qatar, though. They meant it's coming home to Qatar. Yeah, But I mean, exactly. I think the strange thing, and you see this in like the adverts as well around the Qatar World Cup, it all feels such a contrived attempt at authenticity. I think to an extent, maybe the way that Qatar should have done this World Cup is to acknowledge the inauthenticity, the bizarreness of it, to heighten the luxury, to turn it into the Dubai of World Cups, a bit of a billionaire's playground. But it hasn't. It's tried to kind of pretend that there's this strange world where, all these indentured workers have suddenly caught World Cup fever. The best thing they might have caught over the last 12 years. There's the England No. flag. കണ്ടോ കേട്ടല്ലോ. അപ്പം ഇതാണ് അവർ ഇംഗ്ലണ്ട് ഫാൻസ് അല്ല, അവർക്ക് മര്യാദക്ക് സോങ് ചാൻറ്റ് ചെയ്യാൻ പോലും അറിയില്ല. ഇത് പെയ്ഡാണ്. ഇവർക്കൊക്കെ എത്ര ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും? ഖത്തർ ക്യാഷ് കൊടുത്ത് ഇറക്കിയതാണ്. ഇതൊക്കെയാണ് ഇംഗ്ലീഷ് മീഡിയാസ്, യൂറോപ്യൻ മീഡിയാസ് ഒക്കെ നമ്മുടെ ആരാധകരുടെ ആവേശത്തെ കണ്ടിരുന്ന രീതി. ഖത്തർ പിന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു അങ്ങനെയല്ല സംഭവം എന്നുള്ളത്. പിന്നെ കുറേ ആളുകൾക്കെങ്കിലും സംഗതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇവിടെ കേരളത്തിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ മതിയെടോ. വേൾഡ് കപ്പിൻ്റെ സമയത്ത് അർജൻറ്റീനയുടെയും പോർച്ചുഗലിൻ്റെയും ബ്രസീലിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും ജർമ്മനിയുടെയും നെതർലൻഡ്സിൻ്റെയും ഒക്കെ കൊടികൾ ഇവിടെ പൊങ്ങും. നമ്മൾ നെതർലൻഡ്സുകാരായിട്ടാ, നമ്മൾ ഇംഗ്ലണ്ടുകാരായിട്ടാ, നമ്മൾ പോർച്ചുഗലും അർജൻറ്റീനക്കാരും ഒക്കെ ആയിട്ടാണോ? അർജൻറ്റീനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളെന്ന് കമൻ്റ് ഇട്ട ഈ സുഹൃത്തിൻ്റെ ചേതോവികാരം എന്താ? ഇംഗ്ലണ്ടിനെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെന്ന് പറയുന്നവർ വളരെ മുമ്പൊരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം PSG വേഴ്സസ് ബയൺ മ്യൂണിക്കാണെന്ന് എനിക്ക് തോന്നുന്നു, നെയ്മറൊക്കെ കളിക്കുന്ന സമയത്ത് സിംഗിൾ ലെഗായിട്ട് നോക്കൗട്ട് മത്സരങ്ങളൊക്കെ നടത്തി. അതെ, ബാഴ്സ 8-2 പൊട്ടിയ ടൂർണമെൻറ്റ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ മാച്ചിൻ്റെ ഒരു പ്രിവ്യൂ ചെയ്തിരുന്നു. നമ്മുടെ റാഫ് ടോക്സിൻ്റെ തുടക്കകാലമാണത്. അപ്പോൾ അതിൽ തോമസ് മുള്ളർ പറഞ്ഞ ചില കാര്യങ്ങൾ വാർത്ത കൊടുത്തതിന് പേരിൽ മുള്ളർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് അന്നൊക്കെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ വളരെ സജീവമാണ് ഓരോ ടീമിൻ്റെയും എന്ന് പറഞ്ഞിട്ട് വലിയ ബഹളമൊക്കെ പലരുണ്ടാക്കി. അന്ന് നമുക്കൊരു കോൾ വന്നു. ആ കോളിൽ പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തിയത് എന്താണെന്നറിയോ? ഹലോ, ഞാൻ ബവേറിയൻ ഫാമിലി കേരളയുടെ പ്രസിഡൻ്റാണ്. ഏത് ബവേറിയ എവിടെയെന്ന് അറിയാലോ? ആ ബവേറിയൻ ഫാമിലി കേരളയുടെ പ്രസിഡൻ്റാണ്. ഞങ്ങളുടെ മുള്ളറെക്കുറിച്ച് അങ്ങനെ പറയാൻ നിങ്ങളാരാണെന്ന് നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന പയ്യനാണ് വീഡിയോ അറ്റൻഡ് ചെയ്തത്. അവൻ ആകെ ഞെട്ടിപ്പോയി. ബവേറിയൻ ഫാമിലി കേരള, ഇതെന്താ? അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ഒരു ആവേശം അതാണ്. അത് ആ അർത്ഥത്തിലൊരു പക്ഷേ യൂറോപ്യന്മാർക്കോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കക്കാർക്കോ ഒക്കെ പിടികിട്ടിക്കൊള്ളണമെന്നില്ല. അത് മുതലെടുക്കാൻ ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് ശ്രമിച്ചു നോക്കും. അർജൻറ്റീന ഇവിടെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവ കോലാഹലങ്ങൾ അതെല്ലാവരും ശ്രമിക്കും അത് മുതലാക്കാൻ. അത് നടന്നില്ല എന്നുള്ളത് നമുക്കറിയാലോ. അത് പിന്നെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെയാണ് സംഭവ വികാസങ്ങൾ. അപ്പോൾ വേൾഡ് കപ്പ് ഇങ്ങടുത്ത് വരുന്നു. നമ്മൾ ഒരുമിച്ചുള്ള നിങ്ങളാവുന്ന ഘട്ടം, ആ നിങ്ങൾ നമ്മളും ഞങ്ങളുമാകുന്ന ഘട്ടം, ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്നാൽ ഇത്തവണയും നമ്മൾ ആ രൂപത്തിലൊക്കെ ഇനിയും സംസാരിക്കും, ചർച്ച ചെയ്യും. പക്ഷേ അതിനപ്പുറത്തേക്ക് സൗഹൃദങ്ങൾ തെറ്റുന്ന രൂപത്തിലാവാതിരിക്കട്ടെ. ഏതോ നാട്ടിൽ എവിടെയോ കളിക്കുന്ന കളിക്കാരെ നമ്മൾ അത്രത്തോളം ആവേശത്തോടു കൂടി പിന്തുണക്കുകയാണ്. അതിനപ്പുറം കൂടെയുള്ളത് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കൂടപ്പിറപ്പുകളുമാണെന്ന് മറക്കേണ്ടതില്ല. വേൾഡ് കപ്പ് ആവേശം ഇനി ഉയരും.